ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബിൻസി ഹോംമേഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ സോസാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ പിസ്സ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സോസാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ പിസ്സയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്ന സോസ്. അപ്പോൾ ആ പിസ്സ സോസ് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കുക. നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കത്തി കൊണ്ട് ഇതൊന്ന് വരഞ്ഞു കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 3-4 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഞെട്ടൊന്നും ഇപ്പോൾ കളയുന്നില്ല. ഇപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആ തരികളൊക്കെ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് വീണ് പോകും. പിന്നെ സോസിലേക്ക് ആവശ്യമുള്ളതാണ് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിലാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും ചേർക്കാം. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ പിസ്സ സോസ് ഒന്നും റെഡിയാക്കി എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു സവാളയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 2 വലിയ സവാളയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഞാനിതിപ്പോൾ വല്ലാണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ടൊന്നുമില്ല, കാരണം നമുക്കിതിനി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം മിക്സിയിൽ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് വലിയ പീസാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പിസ്സ സോസ് നമുക്ക് പല ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓയിലിൽ സവാള വാട്ടിയെടുത്തിട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്നുകിൽ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തേക്ക് സവാള, വെളുത്തുള്ളി, വറ്റൽമുളക്, തക്കാളി അതൊക്കെ ചേർത്തിട്ട് കുക്കറിലൊരു 2-3 വിസിലടിച്ചെടുത്താൽ മതി. നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയേ വേണ്ടൂ. അപ്പോൾ നിങ്ങളുടെ സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഈ സവാള ഒന്ന് വാട്ടിയെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിതൊന്ന് അരച്ചെടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ സവാള ഒന്ന് വഴഞ്ഞു വരാനായിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സവാള ഏകദേശം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഓൾറെഡി വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും ആ കുറച്ചും കൂടി എരിവിനും അതുപോലെ കുറച്ച് കളറിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ മുളക് പൊടിയും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഞാൻ ഇനി ഉടനെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള ചിക്കൻ പിസ്സയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇത് രണ്ടും കൂടി ഒറ്റ വീഡിയോ ആക്കി കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടി പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇത് രണ്ടും 2 റെസിപ്പി ആയിട്ട് കാണിച്ചു തരുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സയുടെ റെസിപ്പിയാണത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അതുപോലെ ഇവിടെ നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും അതുപോലെ തന്നെ വറ്റൽമുളകും ഞാൻ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ലപോലെ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഈ തക്കാളിയുടെ ആ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. തക്കാളിയുടെ എല്ലാം ഞാൻ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 തക്കാളിയും കൂടി നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് അരയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഈ പാനിലേക്ക് വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയുടെയും ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിത് അരച്ചെടുക്കാനുള്ള ഒരു പാകത്തിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തിക്കാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യാനുസരണം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ സോസിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒറിഗാനോ ആണ്. ഇത് നമുക്ക് മിക്ക സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നതാണ്. പിസ്സ സോസൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ഈ ഹെർബ്സാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒറിഗാനോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ഹെർബ്സ് വാങ്ങാൻ കിട്ടും, അതായാലും മതി.
ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാതെ ഇതുപോലെ കയ്യിലെടുത്ത് വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് ചെറുതായി പൊടിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അതും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം ചിലവർക്ക് ഈ സോസിൻ്റെ ടേസ്റ്റൊക്കെ വളരെ കൂടുതലായിട്ട് ഇഷ്ടമുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4-5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് സോസിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ ഒന്ന് പാകപ്പെടുത്തി എടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് പുളിപ്പ് രസം കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കുന്നുണ്ടെങ്കിൽ ഫ്ലേവർ ഇല്ലാത്ത പ്ലെയിൻ വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുത്താൽ മതി. ഈ സോസ് നല്ലപോലെ കുറുകി തിക്കായിട്ട് വരണം. ഇത് തിക്കാവും തോറും ഇതിൻ്റെ കളറും ചേഞ്ച് ആവും, കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡായിട്ട് വരും. ഇത് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ തിളച്ച് മുകളിലേക്ക് ഇതുപോലെ പൊട്ടിത്തെറിച്ചൊക്കെ പോവും. അതുകൊണ്ട് നമ്മളിത് ഇളക്കുന്ന സമയത്ത് കൈയൊക്കെ സൂക്ഷിച്ച് നോക്കുക. ഞാൻ ഈ പിസ്സ സോസ് നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് പോലെയായിട്ടാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് കട്ടി കൂട്ടി നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പിസ്സ സോസാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഞാൻ വൈകാതെ പിസ്സയുടെ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ അതും കൂടി എല്ലാവരും കണ്ടു നോക്കണം. അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പ്ലീസ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു അടിപൊളി ചിക്കൻ പിസ്സയുടെ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.